ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ഉച്ച നേരം കേട്ടോ. അപ്പോൾ സമയം 2:45 അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കണ്ട സ്കേർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഒരു സ്കേർട്ടും ടോപ്പും തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോപ്പ് പകുതിയായിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ താഴെ വെക്കാനുള്ള ലേസാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും ബട്ടൺസൊക്കെ പോകണതല്ലേ വെച്ചിട്ടാണ്. ഇതൊരു വെറൈറ്റി ലേസായിട്ടാണ് ഇങ്ങനെ കണ്ടോ. ഇതിൻ്റെ സ്കേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീം കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ലേസ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്കൊന്നൊരു ഇതുണ്ട്. എന്താ പറയുക, നമ്മുടെ സ്കൂളിൽ വാർഷികമാണ് 28-ാം തീയതി. അപ്പോൾ അതിന് നമ്മളുടെ വീടുകളിൽ പോയിട്ട് ആൾക്കാരെ ക്ഷണിക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഞാൻ PTയിൽ ചെറിയൊരു അംഗമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ സ്കൂളിലെത്തിയപ്പോൾ ടീച്ചേഴ്സ് അവർ സർപ്രൈസായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കണ കണ്ടപ്പോൾ അവർക്ക് ഇത് സഫേൻ കേട്ടോ, അസ്മിൻ്റെ കൂട്ടുകാരത്തിയാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര നാണായി. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഡാൻസ് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോകാനുള്ള അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ കയ്യിൽ പോകാനുള്ള അംഗങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് കേട്ടോ വീടുകൾക്ക് ക്ഷണിക്കാൻ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൻ്റെ ചെറിയ സ്കൂളാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്കൂൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നോട്ടീസ്. ഉഷ ടീച്ചർ റിട്ടയർഡ് ആവുകയാണ് കേട്ടോ. പിന്നെ സ്കൂളിൻ്റെ 70-ാം വാർഷികവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ പിടിച്ച് ഞങ്ങളിതാ ഫസ്റ്റ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ പോസ്റ്റായി അവിടെ ആരുമില്ല ഗായ്സ്. പിന്നെ തുണക്കതേ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അംഗനവാടിയിലെത്തി. ഇതാണ് മാണിങ്ങാട്ടത്തെ അംഗനവാടി കേട്ടോ. അപ്പോൾ ഈ അംഗനവാടിത്തെ ഉഷ ടീച്ചറാണ്. ടീച്ചറല്ല, ആയ തന്നെ റിട്ടയർഡ് ആവുന്നത്. അപ്പോൾ ആയ ഞങ്ങൾ ടീച്ചർ തന്നെയാണ് വിളിക്കാറ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഏകദേശം 33 വർഷം ഈ അംഗനവാടി തന്നെയാണ് സേവനം അനുഷ്ഠിച്ചത് കേട്ടോ. വേറെ എവിടെയും പോയിട്ടില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ഇത്രയും ഒരു ഇതായി കൊടുക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഒന്നും പറയാതെ പോയിട്ട് വന്ന് ക്ഷീണിച്ചു. ഇപ്പോൾ സമയം 6:10 കേട്ടോ. ഞാൻ ഷോപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചുരിദാറല്ല, നമ്മുടെ ഷോർട്ട്സ് ആയിട്ടുള്ള ടോപ്പും പിന്നെ അതിലേക്കുള്ള അംബ്രല്ല കട്ടിങ് പാൻറ്റും ഇല്ല ഇപ്പോഴത്തെ മോഡൽ, അങ്ങനെ അടിക്കാൻ കിട്ടും. അത് നല്ല അടിപൊളി പീച്ച് കളറിലെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ കളറ് തയ്ച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. ഇപ്പോൾ അതൊക്കെ ഓർമ്മയില്ല കേട്ടോ തയ്ച്ച്. ടൈം ഒരുപാടായി തുടങ്ങി. ഇന്നത്തെ വർക്ക് അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം ഷോപ്പിൽ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം. നോക്കട്ടെ, തീരെ വയ്യാണ്. അയ്യോ. അങ്ങനെ ഷോപ്പിലൊക്കെ എത്തിയപ്പോൾ അർഷു പറഞ്ഞ് ലിയക്കുള്ള ഫുഡ് കഴിഞ്ഞിട്ട് ഫുഡ് വാങ്ങാൻ പോകണം. അപ്പോൾ ഞങ്ങൾ സ്നാക്കോടിലേക്ക് വന്ന് ഫുഡൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് മീനെ വാങ്ങാൻ തരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബട്ടർ റോംസ്ക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മി കുട്ടനിക്ക് അർഷു എന്തോ സർപ്രൈസ് വാങ്ങിയ കേട്ടോ. ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് അത് സർപ്രൈസാണ്, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് എന്തോ എനിക്ക് വിശ്വാസമായിട്ടോ. ഞാൻ വെച്ച് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. ഇതെന്താപ്പോ കഥ? എൻ്റെ കുട്ടിക്ക് പേരിട്ടാ? കുട്ടിക്ക് പേരിട്ടോ? നല്ല കഥ. ഇനി കെട്ടിപ്പിടിച്ച് കെടുക്ക്, പഠിക്കാതെ നാളെ പരീക്ഷയല്ലേ? പിന്നെ മലയാളമല്ലേ ടീച്ചർ പഠിപ്പിച്ച്? എന്താണ് കറിയില പൊട്ടിച്ചോക്ക്. കാണിച്ച കാര്യമായിട്ട് പറഞ്ഞ പൊട്ടിച്ചോടെ.
അപ്പോൾ ഗിഫ്റ്റ് കണ്ടപ്പോൾ അസ്മിക്കുട്ടൻ്റെ കൂടെ ഞാനും ഷോക്കായി പോയിട്ടാ. ഞാനും ഒട്ടും വിചാരിച്ചില്ല അസ്മിക്കാണ് എന്നുള്ളത്. പിന്നെ ഇതാണ് സാധനം എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതിന് അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്, ചാർജ് ചെയ്യാം, പിന്നെ മൈക്കുണ്ട്. പിന്നെ ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് 550 രൂപയായിട്ടാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ. ഇതൊക്കെയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.